കാസർഗോഡ് ജില്ലയിൽ 3 മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന് UDFന്റെ കണക്കുകൂട്ടൽ. മഞ്ചേശ്വരത്തിനും കാസർഗോഡിനും പുറമെ ഉദുമ കൂടി പിടിച്ചെടുക്കുമെന്നാണ് UDFന്റെ അവകാശവാദം. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, ഉദുമ മണ്ഡലങ്ങൾ നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. മഞ്ചേശ്വരത്ത് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി സ്ഥാനാർത്ഥിയായേക്കും. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, UDF ഇപ്പോൾ 3 മണ്ഡലങ്ങളിലെ വിജയപ്രതീക്ഷയാണ് പ്രകടിപ്പിക്കുന്നത്. എന്താണിപ്പോൾ നേതാക്കൾ പറയുന്നത്? അരുൺ. സ്മൃതി, കാസർഗോഡ് ജില്ലയിൽ നിലവിലുള്ള 5 മണ്ഡലങ്ങളിൽ 3ഇടത്ത് LDFും 2ഇടത്ത് UDFുമാണ്. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളാണ് LDFന്റെ കയ്യിലുള്ളത്. കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ UDF ആണ്. ഇത്തവണ 3 സീറ്റുകളിൽ UDF വിജയം നേടുമെന്നതാണ് അവരുടെ കണക്ക് കൂട്ടൽ. കയ്യിലുള്ള കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങൾ നിലനിർത്തും. അതോടൊപ്പം ഉദുമ മണ്ഡലം വിജയിക്കാനാകും എന്ന പ്രതീക്ഷ കൂടി UDF പങ്കുവെക്കുകയാണ്. അതോടൊപ്പം LDF ക്യാമ്പ് പറയുന്നത് അവർക്ക് കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷയില്ല, അത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് പോകുമെന്ന ഒരു പ്രതീക്ഷയില്ല. എന്നാൽ അവരുടെ കയ്യിലുള്ള കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഉദുമ മണ്ഡലങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അവിടെ വിജയം നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ LDFും കണക്കുകൂട്ടുന്നു. ജില്ലയിൽ ആകെ ഒരു പൊതുചിത്രം പരിശോധിച്ചാൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന 2 മണ്ഡലങ്ങൾ ഒന്ന് ഉദുമയും മറ്റൊന്ന് മഞ്ചേശ്വരവുമാണ്. അതിൽ ഉദുമയിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFും LDFും ബലാബലം ആണ് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. UDF ഇത്തവണ ഉദുമയിൽ കണക്കുകൂട്ടുന്നത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ ഏകീകരിക്കപ്പെടും. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള, അല്ലെങ്കിൽ ജനവിധിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. അവിടെ അത്തരത്തിലുള്ള ഒരു ഏകീകരണം ഉണ്ടാകുമെന്ന്, കഴിഞ്ഞ തവണത്തിൽ നിന്ന് വിഭിന്നമായ ഏകീകരണം ഉണ്ടാകുമെന്ന് UDF കണക്കുകൂട്ടുന്നു. അതോടൊപ്പം ഒരു പ്രമുഖനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ഉദുമയിൽ എത്തിക്കാനുള്ള സാധ്യതയും അത്തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. മറ്റൊരു ശക്തമായ പോരാട്ടം നടക്കുന്നത് മഞ്ചേശ്വരമാണ്. അതിന് കാരണം മലബാറിൽ തന്നെ BJP ഏറ്റവും കൂടുതൽ വിജയ പ്രതീക്ഷ വെച്ച് വെക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ 855 വോട്ടുകൾക്ക് മാത്രമാണ് മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടത്. 40,000-ലധികം വോട്ടുകൾ നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന A ക്ലാസ് മണ്ഡലമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം. അവിടെ ഇത്തവണ വിജയിച്ച് കയറാനാകുമെന്ന പ്രതീക്ഷ BJP പങ്കുവെക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഈ അതിർത്തി മേഖലയിലുള്ള CPMന്റെ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ, ഹിന്ദു വിഭാഗത്തിന്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ അതിർത്തി മേഖലയിൽ നിന്ന് ഇത്തവണ BJPക്ക് അനുകൂലമായി മാറും എന്ന പ്രതീക്ഷയാണ് അവർ പ്രധാനമായും പങ്കുവെക്കുന്നത്. നിലവിൽ BJPയുടെ ജില്ലാ അധ്യക്ഷയായിട്ടുള്ള ML അശ്വിനിയുടെ പേരാണ് പരിഗണനയിലുള്ളത്. ഒരു പക്ഷേ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും ശക്തമായ പോരാട്ടമായിരിക്കും മഞ്ചേശ്വരത്ത് ഉണ്ടാവുക. അവിടെ നിലവിൽ UDFന്റെ AK മഷ്റഫ് MLA ആണ്. AK മഷ്റഫ് തന്നെ തുടരും എന്ന് നേരത്തെ തന്നെ അത്തരം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ഉൾപ്പെടെ അത് തന്നെയാണ് ആവർത്തിച്ചു പറയുന്നത്. അതിൽ പ്രധാനമായും AK മഷ്റഫിന്റെ ജനകീയമായിട്ടുള്ള ഇടപെടൽ, ജനകീയ അടിത്തറ മണ്ഡലത്തിൽ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ പോലെയല്ല വലിയ മുന്നേറ്റമാണ് മഞ്ചേശ്വരത്ത് UDF ഉണ്ടാക്കിയിട്ടുള്ളത്. 10,000-ഓളം വോട്ടുകളുടെ ലീഡുണ്ട്. ഇതെല്ലാം അനുകൂലമാകും എന്നതാണ് പറയുന്നത്. അവിടെ എന്തായാലും LDFന്റെ വോട്ടുകൾ കൂടി നിർണായകമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ക്രോസ് വോട്ട് ഉണ്ടാകുമോ എന്നതും ആകാംക്ഷ നിറഞ്ഞതാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.